ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പ്രേക്ഷകരുടെ കുട്ടികൾക്ക് വേണ്ടി എന്ത് ഗൈഡൻസ് ആണ്. പഠിക്കുന്ന കുട്ടികളാകാം, കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആകാം, ഓഫീസ് ഗോയിങ് മക്കളാകാം, ഓൾറൈറ്റ്, കല്യാണം കഴിഞ്ഞ മക്കളാകാം. ഓക്കെ, കാണുന്ന പ്രേക്ഷകരുടെ മക്കൾക്ക് എന്താണ് ഗൈഡൻസ്? ഓക്കെ, സോ വിൽ സീ അത് എന്താണ് വരുന്നത്. യൂഷ്വലി ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻറ്റൻഷൻ വെച്ചിരിക്കുന്നത്, ബട്ട് സംഹാവ് എന്തും വരാം. ഓക്കെ, എന്ത് ഗൈഡൻസും വരാവുന്നതാണ്. സോ ലെറ്റ് സീ എന്താണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് എന്താണ് കുട്ടികൾ ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്നത്, ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്. സോ പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ആസ് വെൽ ആസ് സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്സ് എല്ലാം പെയ്ഡ് റീഡിങ്സ് ആണ്, ഫ്രീ റീഡിങ്സ് ആണ്. യൂട്യൂബിൽ 2 ചാനൽസ്, ഒന്ന് അക്കോർഡിംഗ് ടു ദ ടാരോ ആൻഡ് 2 എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111. ഈ 2 ചാനൽസിലും വീഡിയോസ് ഇടാറുണ്ട്. പ്ലസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരുപോലെയല്ല. മാത്രമല്ല ഏറെ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രേക്ഷകരുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 എന്ന ചാനലിൽ പ്ലേലിസ്റ്റ് എന്ന ഗ്രൂപ്പിൽ സ്വിച്ച് വേർഡ്സ് നൽകിയിട്ടുണ്ട്. ഏറെ കാര്യങ്ങൾക്ക് സ്വിച്ച് വേർഡ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വിച്ച് വേർഡ്, സ്വിച്ച് ഫ്രേസ്, ഹീലിംഗ് നമ്പേഴ്സ് അവിടെ ഇട്ടിട്ടുണ്ട്. സോ പ്രേക്ഷകർ കൈൻഡ്ലി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യൂ. വേണ്ട സ്വിച്ച് വേർഡ്സ്, സ്വിച്ച് ഫ്രേസസ് ആൻഡ് ഹീലിംഗ് നമ്പേഴ്സ് എഴുതിയെടുക്കൂ. ഓക്കെ, ആൻഡ് അത് ചൊല്ലാൻ തുടങ്ങും. All right, so let's see. And wide variety of bracelets ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്രേക്ഷകർക്ക് അറിയില്ല ഏത് ബ്രേസ്ലെറ്റ്സ് ആണ് പ്രേക്ഷകർക്ക് ആവശ്യം എന്നത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഞങ്ങളോട് പറയാവുന്നതാണ്. അതിനനുസരിച്ചുള്ള ബ്രേസ്ലെറ്റ് ഏതാണ് എന്ന് ഗൈഡൻസ് നൽകുന്നതാണ്. ഓക്കെ, സോ എന്താണ് ഇപ്പോൾ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്നത്? ഓക്കെ, okay, and one more. So 2 cards ആണ് വന്നത്. Okay, fine. So, I feel പ്രേക്ഷകരുടെ പല കുട്ടികളും ലോസ്റ്റ് ഫീൽ ചെയ്യാണ്. അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ ഐ ഫീൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ലൈഫിൽ വളരെയധികം ലോസ്റ്റ് ഫീലിംഗ് ആണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണ്ടെന്നറിയില്ല. ഓക്കെ, അവർക്കൊപ്പം നിൽക്കാൻ ആരുമില്ല. ഓക്കെ, പക്ഷെ അവർ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ജോലി ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്. ആൻഡ് നിങ്ങൾ ആസ് എ പേരൻറ്റ് നിങ്ങൾ വളരെ സപ്പോർട്ടീവാണ്. ഓക്കെ, ബിക്കോസ് കുട്ടികൾക്ക് ഒരു ധാരണയുണ്ട്, യെസ് എൻ്റെ പേരൻസ് എനിക്കൊപ്പമുണ്ട്. ഓക്കെ, ഈവൻ തോ അവർ നിങ്ങളോട് അധികം സംസാരിക്കുന്നില്ലായിരിക്കാം. ഓക്കെ, സംഹൗ ഫോൺ ഓക്കെ കേൾക്കുന്നുണ്ട്. സോ മൈറ്റ് ബി ഫോണിൽ ഏറെ അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് ഏറെ കളിക്കുന്ന കുട്ടികളാകാം. പക്ഷേ നിങ്ങളോട് അധികം സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ പേരൻസ് എനിക്കൊപ്പമുണ്ട്. ഓക്കെ, ഫിനാൻഷ്യലി ഞാൻ സപ്പോർട്ടഡ് ആണ് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. ഓക്കെ, ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് അവരവരുടെ സ്റ്റെബിലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കുന്നത്. സോ അതുകൊണ്ടാകാം പേരൻസുമായിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ ജീവിത സെക്യൂരിറ്റി, സാമ്പത്തികമായിട്ടുള്ളൊരു സെക്യൂരിറ്റി, ഓക്കെ, ഫിസിക്കൽ ഒരു സെക്യൂരിറ്റി, അവരുടെ വീടാകാം, അവരുടെ ജോബാകാം, ഓക്കെ, ലൈഫാകാം. സോ അതിനുള്ള അതിൻ്റെ തിരക്കിലാണ് അവർ. ഓൾറൈറ്റ്, സോ ഇതാണിപ്പോൾ പ്രേക്ഷകരുടെ കുട്ടികളിൽ സംഭവിക്കുന്നത്. സോ
പഠിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പഠിക്കുന്ന കുട്ടികൾ 9 of Cups, okay. Queen of Cups, the Fool, Empress. See, എനിക്കൊരു ഹാപ്പി ഫീലിംഗ് ആണ് വരുന്നത്. സോ മൈറ്റ് ബി പഠിക്കുന്ന കുട്ടികളിലെ അവർക്ക് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, അവർ സന്തോഷത്തിലാണ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലെന്നല്ല, പക്ഷേ യെസ് അവർ ലോസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ 2 കാർഡ്സ് എല്ലാവർക്കും ഒരുപോലെയാണ് വന്നത്. ഓക്കെ, എന്നാൽ പോലും ഇപ്പോൾ അവരുടെ ലൈഫിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അവർ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഓക്കെ, ചിലർ വളരെ കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, വളരെയധികം കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡാണ്. ആൻഡ് ഐ ഫീൽ ഒരു ഗ്രാൻഡ് പേരൻറ്റ് എപ്പോഴും ആ ഒരു കുട്ടികൾ, ഏതൊക്കെ കുട്ടികൾ കെയർ ഫ്രീ ആണോ അവരുടെ പിന്നാലെ നടക്കുന്നുണ്ട് ഇത്രയും കൂടി സീരിയസ് ആകാൻ. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ബിക്കോസ് വളരെ ഹാപ്പി എനർജിയാണ്, എനിക്ക് വളരെ ഹാപ്പി വൈബ്രേഷനാണ് പഠിക്കുന്ന കുട്ടികളുടെ കാർഡ്സിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അവർ ഒരു സ്റ്റേബിൾ ഫോമിലാണ്, അവർക്കൊരു ലവ് കെയർ എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചിന്ത അല്ലെങ്കിൽ സ്ട്രെസ് അതിൽ അത്രയും അവർ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അത്രയും അവർ ശ്രദ്ധിക്കുന്നില്ല. സംഭവം എങ്ങനെയെങ്കിലും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാം എന്നുള്ള ഒരു ധാരണ പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ട്. ഓക്കെ, നൗ ഞാൻ നോക്കാൻ പോകുന്നത് എന്താണ് ഗൈഡൻസ്. ബിക്കോസ് അതായിരുന്നു ക്വസ്റ്റ്യൻ, എന്താണ് കുട്ടികൾക്കുള്ള ഗൈഡൻസ്. സോ ലെറ്റ്സ് സീ. കുട്ടികൾക്കുള്ള ഗൈഡൻസ്, മെമ്മറീസ് ഓഫ് ലവ്. ഓക്കെ, ഇൻറ്റ്യൂഷൻ. യെസ്, ഇൻറ്റ്യൂഷൻ കാർഡ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഷാഡോ. ഓക്കെ, 1 card please. Please give me 1 card, spirit guys. Please give me 1 card. Okay. Throat chakra. Okay. കുട്ടികൾക്കുള്ള ഗൈഡൻസ് ആൻഡ് പേരൻസിനുള്ള ഗൈഡൻസ്. ഓക്കെ, കുട്ടികൾക്കേറെ സ്നേഹം കൊടുക്കും. ഓക്കെ, യെസ്, നിങ്ങൾ വഴക്ക് പറയുന്നുണ്ടാകാം, ദേഷ്യപ്പെടുന്നുണ്ടാകാം, അടിക്കുന്നുണ്ടാകാം. ഓക്കെ, സോ കുഞ്ഞു പിള്ളേരിലൊക്കെ അടിക്കുന്നുണ്ടാകാം, പക്ഷേ ഏറെ സ്നേഹം കൊടുക്കും. അവരുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പരിഭാഷ ഏറെ ആയിരിക്കണം. ഓക്കെ, അവരുടെ മെമ്മറീസ്, അവർ അച്ഛൻ അമ്മ എന്ന് ആലോചിക്കുമ്പോൾ സ്നേഹം വേണം അവരുടെ മനസ്സിൽ ഉദിക്കാൻ. ആ സ്നേഹത്തിൻ്റെ മഴയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഗൈഡൻസ് ഇവിടെ വരുന്നത് കുട്ടികൾക്ക് ദാറ്റ് നിങ്ങളേറെ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കൂ. അതുപോലെ തന്നെ എഗ്രസീവായിട്ടുള്ള കുട്ടികൾ, ദേഷ്യമുള്ള കുട്ടികൾ, അവരെ സ്നേഹം പഠിപ്പിക്കൂ. ഓക്കെ, എങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കാം, എങ്ങനെ ഓരോ കാര്യങ്ങൾ സ്നേഹപൂർവ്വം ഹാൻഡിൽ ചെയ്യാം, ദാറ്റ് ഇസ് കാം ആൻഡ് പീസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാം, അത് പഠിപ്പിക്കൂ എന്നാണ് പറയുന്നത്. കുട്ടികളിലേറെ അഗ്നിയുമായിട്ട് സമ്പർക്കം കൂട്ടു. അഗ്നിയായിട്ട് സമ്പർക്കം കൂട്ടുക ഇൻ ദ സെൻസ് പ്രേയേഴ്സ്. ഓക്കെ, പ്രേയേഴ്സിൽ ഏറെ ഏർപ്പെടാൻ ശ്രമിക്കൂ. ബിക്കോസ് ഐ ഫീൽ കുട്ടികൾ എവിടെയോ പ്രെയർ സെക്ഷൻ, ദാറ്റ് ഈസ് പ്രെയർ ചെയ്യേണ്ട സമയമാകുമ്പോഴോ അല്ലെങ്കിൽ പ്രെയർ ചെയ്യാൻ ഇരിക്കുമ്പോഴോ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. സോ പ്രേയേഴ്സിൽ ഏറെ ശ്രദ്ധ കൂട്ടൂ. ദിവസേന ഒരു ക്യാൻഡിൽ അവരെയും കൊണ്ട് കത്തിപ്പിക്കൂ, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കൂ. ഓക്കെ, ബിക്കോസ് അത് അവരുടെ കണക്ഷൻ, ഡിവൈൻ കണക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഡിവൈൻ ബ്ലെസ്സിങ്സ് ഏറെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ അത് സഹായിക്കുന്നതാണ്. ഇൻറ്റ്യൂഷൻ വളർത്താൻ പറയൂ. ഡെയിലി 5 minutes സിംപ്ലി കണ്ണടച്ചിരിക്കാൻ പറയൂ, ഒന്നും ചെയ്യാതെ സിംപ്ലി കണ്ണടച്ച് ഇരിക്കാൻ പറയൂ. അത് അവരുടെ ഇൻറ്റ്യൂഷൻ വളർത്തും. അതുപോലെ തന്നെ ഓം ചാൻറ്റിങ്. ഓക്കെ, ഓം കണ്ടിന്യൂസ്ലി ചൊല്ലാൻ പറയൂ. ചൊല്ലുന്ന കുട്ടികൾ ഫോഴ്സ് ചെയ്യാതിരിക്കൂ. ചൊല്ലുന്ന കുട്ടികൾ ആണ് അല്ലെങ്കിൽ നേരത്തെ ചൊല്ലിക്കൊണ്ടിരുന്ന കുട്ടികളാണെങ്കിൽ അവരിൽ ഓം ചാൻറ്റിങ് ചെയ്യാൻ പറയേണ്ടതാണ്. നൗ മെയിൻ കാർഡ് ഷാഡോ. എല്ലാ കുട്ടികളിൽ എത്ര പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ പോലും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടാകും. സോ ഇവിടെ പേരൻസിനാണ് നിർദ്ദേശം, ആസ് വെൽ ആസ് കുട്ടികൾക്ക്, ദാറ്റ് അവരുടെ നെഗറ്റീവ് സൈഡ് എന്താണ് അത് കണ്ടുപിടിക്കൂ. ഓക്കെ, നെഗറ്റീവ് സൈഡ് എന്തുമാകാം.
പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാതിരിക്കുക. ഓക്കെ, വിഷമമുണ്ടെങ്കിൽ ഉള്ളിൽ വെച്ച് നടക്കുക, ദേഷ്യമുണ്ടാകുക, റിവെഞ്ച് എടുക്കാൻ തോന്നുക, ഓക്കെ, ആൻഡ് ജലസി ഉണ്ടാകുക, ഓക്കെ, ഓർ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുക. ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. ഓക്കെ, ആ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്താണ് എന്നത് കണ്ടുപിടിച്ചിട്ട് ആ നെഗറ്റീവ് ആസ്പെക്റ്റിനെ 18 ടൈംസ് ഒരു പേപ്പറിൽ എഴുതും. ഓക്കെ, വിത്ത് ബ്ലൂ കളർ പെൻ. ഓക്കെ, ബ്ലൂ കളർ പെൻ കൊണ്ട് നെഗറ്റീവ് ആസ്പെക്റ്റ് എന്താണ്, എനിക്ക് ദേഷ്യമേറിയാണ്, സോ എനിക്ക് ദേഷ്യമേറിയാണ്, എനിക്ക് ദേഷ്യമേറിയാണ് 18 ടൈംസ് എഴുതും. നാ 18 ടൈംസ് എഴുതി കഴിഞ്ഞിട്ട് ഓരോ എഴുതിയ ടൈം അതിനെ സ്ട്രൈക്ക് ചെയ്യൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്പറിൽ എഴുതി എനിക്ക് ദേഷ്യമേറിയാണ്, അതിനെ കട്ട് ചെയ്യൂ. സെക്കൻഡ് നമ്പറിൽ കട്ട്, തേർഡ് കട്ട്, അങ്ങനെ 18 ടൈംസ് കട്ട് ചെയ്യൂ. ആദ്യം എഴുതൂ ഫുൾ 18 ടൈംസ്, ദെൻ 1 by 1 എല്ലാത്തിനെ കട്ട് ചെയ്യൂ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ്? സപ്പോസ് ദേഷ്യമാണെങ്കിൽ ഞാൻ വളരെ ശാന്തതയിലാണ്, എഗെയിൻ 18 ടൈംസ് എഴുതും. ഓക്കെ, അത് സെയിം പേപ്പറിൽ എഴുതാം, വേറെ പേപ്പറിൽ എഴുതാം, ബട്ട് എഴുതൂ. സെയിം പേപ്പറിൽ എഴുതുന്നവർ ജസ്റ്റ് എഴുതി കഴിയുമ്പോൾ അതിനെ കീറൂ. ഓക്കെ, അത് ജസ്റ്റ് ഡസ്റ്റ്ബിന്നിലെടുത്ത് കളയും. 2 പേപ്പേഴ്സ് ഡിഫറെൻറ്റ് പേപ്പേഴ്സിൽ എഴുതുന്നവർ, ഓക്കെ, സോ ഏത് പേപ്പറിലാണോ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് അതിനെ കത്തിച്ച് വാഷ് ബേസിനിലിട്ട് അതിനെ ഫ്ലഷ് ചെയ്ത് കളയും. ഓക്കെ, പോസിറ്റീവ് എഴുതിയവർ, ദാറ്റ് ഈസ് ഞാൻ ശാന്തതയിലാണ്, എന്താണോ നിങ്ങളുടെ പോസിറ്റിവിറ്റി അത് എഴുതിയവർ അതിനെ മടക്കി, ആ ഒരു പേപ്പർ മടക്കി നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ വെക്കൂ, റൈറ്റ് ഹാൻഡ് കൊണ്ട് മൂടൂ, ആൻഡ് ദെൻ ഓം ചാൻറ്റിങ് ചെയ്യും. ഓക്കെ, അത് എന്ത് കാര്യമായിക്കോട്ടെ, ഏത് പോസിറ്റീവ് കാര്യമാണോ എഴുതിയിരിക്കുന്നത് അതിനെ കയ്യിൽ വെക്കൂ ആൻഡ് ഓം ചാൻറ്റിങ് ചെയ്യൂ. അവിടെ നമ്പേഴ്സ് ഇല്ല, എത്ര പ്രാവശ്യം ചെയ്യാൻ തോന്നുന്നോ അത്രയും പ്രാവശ്യം ചെയ്യൂ. ആൻഡ് ദെൻ ഈ പേപ്പർ നിങ്ങളുടെ ഡയറി അല്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൽ വെക്കൂ. ഓക്കെ, ആൻഡ് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾ ഈ പേപ്പർ തുറന്ന് അത് വായിക്കേണ്ടതാണ്. ഓക്കെ, വായിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും അത് വായിച്ചു കഴിഞ്ഞ് ഓം ചാൻറ്റിങ് കണ്ടിന്യൂസ്ലി ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഷാഡോ ആസ്പെക്റ്റ്, കുഞ്ഞുങ്ങളിലെ ഷാഡോ ആസ്പെക്റ്റ് മാറ്റാൻ പറ്റുന്നത്. മുതിർന്ന കുട്ടികളാണ്, ദാറ്റ് ഇസ് ജോലിക്ക് പോകുന്നവരാണെങ്കിലും യു ക്യാൻ ഡു ദ സെയിം തിങ്. ഇതേ സെയിം പ്രോസസ്സാണ് അവർ ചെയ്യേണ്ടത്. ത്രോട്ട് ചക്ര ആണ് കുട്ടികൾ വളർത്തേണ്ടത്. സോ എവിടെയോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഗ്യാപ്പ് ഏറെ കുട്ടികളിലുണ്ട്. മൈറ്റ് ബി കുഞ്ഞു കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഏറെ അവരും അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഉണ്ടാകാം. സോ ത്രോട്ട് ചക്രയാണ് കൂടുതലും വളർത്തേണ്ടത്. അതുപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആണെങ്കിലും ഓർ മാരേജ് കഴിഞ്ഞവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷൻ. കട്ട് ആൻഡ് ക്ലിയർ കാര്യങ്ങൾ വളരെ സോഫ്റ്റ് രീതിയിൽ സംസാരിക്കാൻ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കൂ, മുതിർന്നവരെ മനസ്സിലാക്കൂ. ഓക്കെ, സോ ത്രോട്ട് ചക്ര ഹീലിംഗ് കേൾക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് ത്രോട്ട് ചക്ര സബ്ലിമൽ വെച്ച് കൊടുക്കൂ, അവരത് കേട്ടുകൊണ്ട് പഠിക്കട്ടെ. മുതിർന്നവരാണെങ്കിൽ ഹം എന്ന മന്ത്ര, ഓക്കെ, ഹം എന്ന മന്ത്ര ചൊല്ലേണ്ടതാണ് 108 ടൈംസ് ഡെയിലി. ഓക്കെ, ഓൾ റൈറ്റ്. സോ എന്താണ് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഗൈഡൻസ്? ഓക്കെ, ക്ലൂ 2, യുവർ എബിലിറ്റി ടു ട്രാൻസ്ഫോം, ടേക്ക് എ ബിഗ് ലീപ്പ് ഫോർവേഡ് ആൻഡ് റീബർത്ത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വളരെ ഈസിയാണ്. ബിക്കോസ് അവരോട് ഇത് ചെയ്യണ്ട, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ പെതുക്കെ അവർ മാറി തുടങ്ങും. മുതിർന്നവർ, ദാറ്റ് ഈസ് ഓഫീസ് ഗോയിങ്, കോളേജ് ഗോയിങ് കുട്ടികൾ, അവിടെ ഇത്തിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, നിങ്ങളുടെ സ്വന്തം കംഫർട്ട് സോൺ, നിങ്ങളുടെ സ്വന്തം ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സ്വന്തം എബിലിറ്റി, അതിൽ നിന്ന് മാറി മറ്റൊരു എബിലിറ്റി എടുക്കാൻ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ അവിടെ നിങ്ങളോട് പറയുന്നത് ഹാവ് ഫെയ്ത്ത്. ഓക്കെ, ഫീനിക്സ് എനർജിയാണ്. ഓക്കെ, സോ ഐ ആം എ ഫീനിക്സ് എന്നാണ് അവർ പറയേണ്ടത്. ഞാൻ ഒരു ഫീനിക്സ് ആണ്, എൻ്റെ
ഉള്ളിൽ ഫീനിക്സ് എനർജിയാണ്. എനിക്ക് വളരെ പെട്ടെന്നാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ചാലഞ്ചസ് മാറ്റാൻ പറ്റുന്നത്. ഓർ ബ്ലോക്കേജസ് ആണെങ്കിൽ എൻ്റെ ബ്ലോക്കേജസ് മാറ്റാൻ പറ്റുന്നത്. ഓർ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പെർസോണ, ദാറ്റ് ഈസ് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ശരിയല്ല നിങ്ങൾക്കെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷനിലിടാം. എൻ്റെ ഈ ഒരു പേഴ്സണാലിറ്റി എനിക്ക് മാറ്റാൻ എളുപ്പമാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. Oh, okay, here one more is there. Vesta, the goddess within your sacred spiritual center and quiet dignity. എത്ര മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. ഓക്കെ, റിസീവിങ് മോഡിൽ ആകുക. ഐ ആം ഓപ്പൺ ടു റിസീവ് ദ ബ്ലെസ്സിങ്സ്. ഞാൻ ഡിവൈനിൽ നിന്ന് ബ്ലെസ്സിങ്സ് നേടാൻ തയ്യാറാണ്. ഓക്കെ, റെഡി ആണ് എന്നത് പറയുക. എത്ര സ്പിരിച്വലി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഈ ഒരു വീഡിയോ കാണുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര സ്പിരിച്വലി അലൈൻഡ് ആകുന്നു അത്രയും അവരുടെ ജീവിതത്തിൽ ഉയർച്ചയാണ്. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് കാണാം വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ദാറ്റ് മീൻസ് അവരുടെ ലക്ക് എൻഹാൻസ് ആകും, അവരുടെ ബ്യൂട്ടി എൻഹാൻസ് ആകും, അവരുടെ ഓറ എൻഹാൻസ് ആകും. ആൻഡ് എങ്ങനെ ഓറ എൻഹാൻസ് ആകുന്നു, അതിനൊപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറെ ബ്ലെസ്സിങ്സ് വരും. സോ ഇടയ്ക്ക് ഞാൻ നിങ്ങളെന്ന് പറയുന്നുണ്ട്, ബിക്കോസ് ചില കുഞ്ഞുങ്ങൾ ലൈക്ക് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയ കുട്ടികളുണ്ടാകും, ആസ് വെൽ ആസ് ഓഫീസ് ഗോയിങ് ആൻഡ് പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന കുട്ടികൾ ഈ വീഡിയോസ് കാണുന്നുണ്ട്. ഓക്കെ, സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗൈഡൻസ് എല്ലാം വരുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഊർജത്തെ, നിങ്ങളുടെ ഓറയെ സ്ട്രോങ് ആക്കൂ, അതാണ് പറയുന്നത്. ഓൾറൈറ്റ്, ഓക്കെ. സോ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈൻ ഷീൽഡ് മീ നൗ, ഡിവൈൻ ഷീൽഡ് മീ നൗ എന്ന സ്വിച്ച് ഫ്രേസ് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഡെയിലി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് മാതാപിതാക്കൾക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഗൈഡൻസ്. ഐ റിയലി ഹോപ്പ് ഈ ഗൈഡൻസ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് റീഡിങ്സ് നൽകുമ്പോൾ നിങ്ങൾ എനിക്ക് എനർജി എക്സ്ചേഞ്ച് ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നതാണ് എനർജി എക്സ്ചേഞ്ച്. ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു ഫോർ ബീങ് ഹിയർ and having so much patience for all the videos. Thank you. So see you in my next video. Bye.